ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. ഇനി ടെസ്റ്റ് കളിക്കാനില്ല. രോഹിത് ശർമ്മ ബുധനാഴ്ച രാത്രിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചത്. ഏകദിന ഫോർമാറ്റിൽ തുടർന്നും കളിക്കുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 T20 ലോകകപ്പ് വിജയത്തിനു ശേഷം രോഹിത് ശർമ്മ T20യിൽ നിന്നും വിരമിച്ചിരുന്നു. ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണ്. വെള്ള ജേഴ്സിയിൽ രാജ്യത്തിനു വേണ്ടി കളിക്കാൻ സാധിച്ചത് വലിയ ആദരമായി ഞാൻ കണക്കാക്കുന്നു. വർഷങ്ങളായി എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. ഏകദിന ക്രിക്കറ്റിൽ ഇനിയും രാജ്യത്തിനായി ഞാൻ ഇറങ്ങും എന്നാണ് രോഹിത് ശർമ്മ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. 2024-25 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്തായപ്പോൾ തന്നെ രോഹിതിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യം ഉണർന്നിരുന്നു. IPL ശേഷം ഇന്ത്യൻ ടീമിന് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര കളിക്കാനുണ്ട്. ഈ പരമ്പരയിൽ ഇന്ത്യ പുതിയ ക്യാപ്റ്റന് കീഴിൽ ഇറങ്ങും. 67 മത്സരങ്ങളിൽ നിന്ന് 12 സെഞ്ചുറികളും 18 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 4301 റൺസ് എടുത്താണ് രോഹിത് ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ 3-1 പരമ്പര കൈവിട്ടിരുന്നു. തുടർച്ചയായി നിറം മങ്ങിയതോടെ ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ടെസ്റ്റിൽ രോഹിത് കളിച്ചിരുന്നില്ല. അതിനു മുൻപ് നാട്ടിൽ ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റിൽ വൈറ്റ് വാഷ് തോൽവി വഴങ്ങിയതും രോഹിത് ശർമ്മയ്ക്ക് നിരാശയായി. ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ വർഷം നടന്ന മെൽബൺ ടെസ്റ്റിലാണ് രോഹിത് അവസാനമായി കളിച്ചത്. 2013 വെസ്റ്റ് ഇൻഡീസിനെതിരെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലായിരുന്നു താരത്തിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം. ആദ്യ ഇന്നിംഗ്സിൽ 177 റൺസ് എടുത്ത് രോഹിത് കളിയിലെ താരവുമായി. ആ മത്സരം ഇന്നിംഗ്സിനും 51 റൺസിനുമാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യയെ 24 ടെസ്റ്റുകളിൽ നയിച്ച രോഹിത് 12 വിജയങ്ങളും സ്വന്തമാക്കി. 9 കളികളിൽ തോൽവിയും വഴങ്ങി.